നമുക്ക് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ചു 178 വീടുകൾ പൂർത്തീകരിച്ചു. ബാക്കി വരുന്ന ഒക്ടോബറോടുകൂടി 150ഓളം പൂർത്തീകരിക്കാൻ കഴിയും. ഡിസംബറിന് മുമ്പായിട്ട് അവിടെ അനുബന്ധമായിട്ടുള്ള അംഗനവാടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുൾപ്പെടെ നമുക്ക് ഡിസംബറിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. ആ രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അവിടെ ബന്ധപ്പെട്ട ഈ പറഞ്ഞ ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ലിസ്റ്റ് നമ്മൾ നേരത്തെ ഗവൺമെൻറ് എടുത്തൊരു ലിസ്റ്റാണ് ഇപ്പോൾ കൈവശമുള്ളത്. ആ ലിസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതെങ്കിലും രീതിയിൽ അർഹതപ്പെട്ടവർ മാറി നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യവും ഗവൺമെൻറ് പരിശോധിക്കും. അല്ല, നിലവിലുള്ള ലിസ്റ്റിനകത്ത് അവിടെ വീട് കൊടുക്കേണ്ട ആളുകളുടെ ലിസ്റ്റ് ഇപ്പോൾ തന്നെ കൈവശമുണ്ട്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 413 പേരാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് 13ഓളം കുടുംബങ്ങൾ ആദിവാസി മേഖലയിൽപ്പെട്ടവർക്ക് പ്രത്യേക സംവിധാനം ഒരുക്കണം, അവർക്ക് പ്രത്യേകം വീടുകൾ വേണമെന്ന ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം സംവിധാനം അവർക്ക് വേണ്ട അവരെ പറയുന്ന രീതിയിലുള്ള വീടുകൾ ഏതാണോ സ്ഥലത്ത് വേണ്ടത് അവിടെ കൊടുക്കാൻ തയ്യാറാണ്. ബാക്കി വരുന്ന ആളുകൾക്ക് അവിടെ തന്നെ വീടുകൾ നൽകും. പിന്നെ അതിനകത്തും ഉൾപ്പെടാതെ പോയവരുണ്ട് എന്നുണ്ടെങ്കിൽ അതും പരിശോധിച്ച് അങ്ങനെയുള്ളവർ ആണെങ്കിൽ തീർച്ചയായിട്ടും അർഹതപ്പെട്ടവരാണെങ്കിൽ അവർക്കും ഗവൺമെന്റ് സംവിധാനം വീടുകൾ ഒരുക്കി കൊടുക്കും. കൂട്ടിയിട്ട മണ്ണ് വലിയ ഭീഷണിയാണ് സമീപത്തെ വീടുകൾ. അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി സ്വീകരിച്ചു. പക്ഷേ എന്തുകൊണ്ട് ആ കൂട്ടിയിട്ട മണ്ണ് ഇനിയും മാറ്റാൻ നടപടിയാണ്? പല റവന്യൂ വകുപ്പിന് നൽകിയ റിപ്പോർട്ടുകൾ പോലും പുതിയ റിപ്പോർട്ട് നൽകിയ പോലും അതൊന്നും വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നുള്ള വലിയൊരു ഇടം അവിടെ ശ്രദ്ധയിൽ കാണുന്നുണ്ട്. പുതിയ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പുതിയ റിപ്പോർട്ട് പ്രകാരം ഒരു വീടിന് ഭീഷണി ഉള്ളൂ എന്തെങ്കിലും പഴയ റിപ്പോർട്ട് പ്രകാരമാണ്. അതിനകത്ത് ഞങ്ങൾ ഈ ഒരു അഭിപ്രായം വന്നിരുന്നു. ആദ്യത്തെ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ മണ്ണ് കൂട്ടിയിട്ട മണ്ണ് അത് നഗരസഭ കൽപ്പറ്റ ടൗണിലേക്ക് വരെ ഒഴുകി ഇറങ്ങാനുള്ള സാഹചര്യം കൂടുതലാണ്. വലിയ രീതിയിലുള്ള മണ്ണൊലിപ്പുണ്ടാകും, അത് പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്ന് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ 2 യോഗങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട് എടുത്തു. ഞാനും ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രിയും അവിടെ പോയിരുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിലവിലുള്ള കുറേ മണ്ണ് നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പരമാവധി അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് കൂടുതൽ പ്രയാസമില്ലാതെ അതിന് അഭിമുഖീകരിക്കാവുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. നമുക്കത് വലിയ ബുദ്ധിമുട്ടില്ലാതെ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യാൻ കഴിയുന്ന ചില പൂർണ്ണമായിട്ട് ഈ സീസണിൽ തന്നെ മണ്ണ് നീക്കം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അപകട സാധ്യതയുള്ള പ്രദേശത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്ന നടപടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഏകോപനമില്ലായ്മയുടെ ഒരു പരാതിയൊന്നും എത്തിയിട്ടില്ല. ഇത് സ്വാഭാവികമായി മണ്ണ് ഒരു വലിയ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്, ഒരു പ്രോജക്റ്റ് നടക്കുകയാണ്. ആ പ്രോജക്റ്റിൽ നിന്ന് ലഭിക്കുന്ന മണ്ണ് കൂട്ടിയിട്ടത് ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം, ഇവിടുത്തെ മണ്ണിന്റെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. വളരെ പെട്ടെന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അത് താഴോട്ട് ഒഴുകി ഒലിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് സാഹചര്യം ശ്രദ്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി തന്നെ 1-2 തവണ മീറ്റിംഗ് എടുത്തു. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് പോയി ആ ഒരു നിർദ്ദേശം ഞങ്ങൾ നൽകാനുള്ള കാരണം അതാണ്. എന്തെങ്കിലും അപകടം ഇല്ലാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും എടുക്കുന്നുണ്ട്. ഈ 2 ലക്ഷം രൂപ നൽകുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സമിതി സമരമൊക്കെ ഈ ദുരന്തബാധിതർ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അത് ഉടനെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. എപ്പോൾ വിതരണം ആരംഭിക്കും? വളരെ പെട്ടെന്ന് തന്നെ. അതിന് നടപടിക്രമങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി നിലവിലുണ്ട്. ആ കമ്മിറ്റി കൂടിയിട്ടാണ് എത്ര കുടുംബങ്ങൾക്ക് എത്ര തുക എന്നുള്ളത് പാസ്സാക്കി കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ വിതരണം ചെയ്യും. അത്തരം കാര്യങ്ങളിലൊന്നും ഒരു വീഴ്ചയും ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ തന്നെ അതത് സമയത്ത് ഇവിടെ ഇതിന് ചുമതലയുള്ള കൃഷി വകുപ്പ് മന്ത്രി ഗവൺമെന്റിന് മറ്റു വകുപ്പുകളെ ഒക്കെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിരന്തരം ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ, 2 ദിവസം മുമ്പാണ് അവസാനമായി യോഗം കൂടിയത്. അതിനകത്താണ് ഇത്തരം തീരുമാനങ്ങൾ എടുത്തത്. നമ്മുടെ കടകൾക്ക്, കച്ചവടക്കാർക്ക് ഒക്കെ കൊടുക്കാനുള്ള തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി ഇതിനർഹരായ ആളുകൾക്ക് നൽകാനുള്ള ശ്രമം ഉണ്ടാവും. അത് വേഗത്തിൽ നൽകാനുള്ള ശ്രമം ഉണ്ടാവും. അതിനകത്ത് ഒരു വീഴ്ചയും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു, 1-ാം ഘട്ട ലോണിന്റെ 6 കോടിയിലധികം എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കൂടി പല രീതിയിലുള്ള ആവശ്യങ്ങൾ വരുന്നുണ്ട്. അത് ഏതൊക്കെ പരിശോധിച്ച് പരമാവധി ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ
ലോൺ എഴുതി തള്ളുന്ന കാര്യങ്ങളിലും ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവും. പറഞ്ഞല്ലോ, ടൗൺഷിപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് സെപ്റ്റംബറോട് കൂടി തന്നെ ഏതാണ്ട് 150 വീടുകൾ കൂടി പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് കണക്ക് കൂട്ടുന്നത്. ഡിസംബറോട് കൂടി മറ്റെല്ലാ കാര്യങ്ങളും അനുബന്ധമായ കാര്യങ്ങൾ തീരും. അത് ലഭ്യമായി കഴിഞ്ഞ ഉടനെ ലിസ്റ്റുള്ളവർക്ക് വീട് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവും. ചൂരൽമലയിലെ റാട്ടപ്പാടി, അട്ടമല, പടവട്ടിക്കുന്ന് മേഖലകളിലേക്ക് തന്നെ 40ഓളം കുടുംബങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല, ഗുണഭോക്താക്കളായി പരിഗണിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിനകത്ത് അർഹതപ്പെട്ടവർ വരാതെ പോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്താനുള്ള നടപടി ഉണ്ടാവും. അർഹതപ്പെട്ട ആരെയും മാറ്റി നിർത്തില്ല. അർഹത 2 വർഷമായി നിലവിലുള്ള പഴയ ഗവൺമെന്റ് സംസ്ഥാനത്തെ ഭരിച്ചുകൊണ്ടിരുന്നൊരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഉണ്ടാക്കിയ ലിസ്റ്റാണ് ഇപ്പോൾ ഞങ്ങളെടുത്തുള്ളത്. ആ ലിസ്റ്റുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. അർഹരായ ആളുകൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും അവർ ഉൾപ്പെടുത്തും. ഈ പുതിയ ഗവൺമെന്റ് വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. ആ 2 മാസക്കാലത്തിനിടയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്തിട്ടുണ്ട്. അതിനാവശ്യമായ നടപടികൾ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതിനായിട്ട് എല്ലാ കാര്യങ്ങളെയും നടത്തുന്നതിന് വേണ്ടി, ഇവിടെ ബന്ധപ്പെട്ട കാര്യം നടത്തുന്നതിന് വേണ്ടി ഇവിടുത്തെ MLA കൂടിയായ കൃഷി വകുപ്പ് മന്ത്രിയെ മന്ത്രിസഭ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അത്തരം കാര്യങ്ങളിലൊന്നും ഒരു വീഴ്ചയും വരില്ല. മറ്റൊരു കാര്യം, ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ജെബി മാത്തർ MPയുടെ ചോദ്യത്തിന് ഒരു മറുപടിയായിട്ട് ഞാനത് പ്രതികരിക്കാം. പക്ഷെ ഇന്നത്തെ ഒരു സമയത്ത് അത് വേണ്ടെന്നല്ലോ. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ വെച്ച് അത്തരം കാര്യങ്ങൾ പറയാം.